കൊച്ച്. സുന്ദരി കുട്ടിയല്ലേ? ആ അളിയാ, ഈ കല്ലെടുത്ത് അവളുടെ ദേഹത്തെറിഞ്ഞാലോ? അപ്പൊ അവള് വീഴും. ഇവരൊറ്റ വീക്കാന്ന് വെച്ചു. എന്നിട്ട് വേണം കുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് നമുക്കൊരു കേസ് വരാൻ. ആ കൊച്ചോട് പോയി. ജഗ, കുറുപ്പ് സാറാ വിളിക്കുന്നത്. ഇപ്പൊ എന്ത് പറയും? എന്റെ കുറെ നല്ല ഫോട്ടോകൾ എടുത്തു കൊടുക്കാൻ അച്ഛൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ലേ. കണ്ണി കാണുന്ന പെമ്പിള്ളേർക്ക് അയച്ചു കൊടുക്കാനാ. ആ, അതിനായിരിക്കും വിളിക്കുന്നത്. ചുമ്മാ എടുത്തു കൊടുത്തേക്കാം. എന്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. ഈ ബന്ധത്തിന് സമ്മതിക്കുകയാണ് വേണ്ടത്. ഹലോ, വർഷയ്ക്ക് ഞാനൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. അതെന്താ സർപ്രൈസ്? അത് പറഞ്ഞാൽ സർപ്രൈസ് തീർന്നില്ലേ? വീട്ടിൽ ചെന്ന ശേഷം ഒരു സ്ഥലം വരെ വർഷയും വീട്ടുകാരും വരേണ്ടി വരും. അതെന്താണെന്ന് ചോദിച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും. എന്നാ ഞാൻ ഫോൺ വയ്ക്കുക. എന്തായിരിക്കും എനിക്ക് വേണ്ടി ഒരുക്കിയ സർപ്രൈസ്? നീ ഇതെങ്ങോട്ടീ പോകുന്നേ? നിർത്ത് നിർത്ത്, അവിടെ നിർത്ത്. എടാ നന്ദ, നീ ഇതെവിടേക്ക് പോകുന്നേ? അമേസിംഗ് ബോട്ട് ക്ലബ്. അവിടെ എന്തിന്? നിന്റെ ആരെങ്കിലും കാത്തു നിൽക്കുന്നുണ്ടോ? അളിയ, ജഗൻ സാറേ, അവിടെ നല്ല മനോഹരമായ വിഷ്വൽസ് ഉണ്ട്. അവിടെ വെച്ച് ഫോട്ടോ എടുത്താ സൂപ്പർ ആയിരിക്കും. ഓ, അതൊന്നും വേണ്ട. നീതാ ഇവിടെ വെച്ചൊരു ഫോട്ടോ അങ്ങ് എടുത്താൽ മതി. ഈ റോഡിൽ വെച്ചിട്ടോ? ഏതോ പെണ്ണിന്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ ഈ ഫോട്ടോ. അപ്പോഴേ ഇതൊക്കെ മതി. എടാ, കുറുപ്പ് സാറ് പറഞ്ഞത് അടിപൊളി ഫോട്ടോ ആയിരിക്കണമെന്നാ. കാണുമ്പോ തന്നെ പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും വീഴണമെന്നാ. ഓ, ആണോ? ആ ജഗ, പണക്കാരികളായ സുന്ദരികളുടെ കൈകളിൽ പോകേണ്ട ഫോട്ടോ. യഥാർത്ഥത്തില് ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് എടുക്കേണ്ടതായിരുന്നു. അതെ, എന്റെ ഈ മുഖം പതിയേണ്ടത് പണച്ചാക്കുകളുടെ മനസ്സിലല്ല, എന്റെ ആ പെൺകുട്ടിയുടെ ചങ്കല. എന്റെ പ്രിയപ്പെട്ടവൾ. തിരയും പ്രണയാമൃതം തൂവും പുതുമഴയായി പെയ്തു നെഞ്ചും മനസ്സിൽ പടരും ശ്രീരാഗമായി നാദം പുതിയൊരു കൊഞ്ചലായി ചേരും. സെറ്റ് സാരി ഉടുത്ത് നെറ്റിയിൽ ചന്ദനക്കുറിയും മുടിയിൽ തുളസിക്കതിരും കയ്യിൽ പൂത്താലും എന്തിയ എന്റെ സുന്ദരി. എടാ, അതൊക്കെ പക്ഷെ കുറുപ്പ് സാറിന്റെ കയ്യിൽ നിന്ന് ഇടിയുള്ളായിരിക്കാൻ എനിക്ക് വേണ്ടെങ്കിലും ഒരു ഫോട്ടോ പ്ലീസ്. ശരി, ഒരു ഫോട്ടോ മാത്രം.
പക്ഷേ പോസ്റ്റ് ചെയ്യുന്നത് എന്റെ ഇഷ്ടത്തിനായിരിക്കും. ഓക്കെ. പിന്നെ അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇല്ലളിയ, പറയില്ല. എങ്കിൽ എടുത്തോ. ഒരു മിനിറ്റ്. എടേ, എന്തോന്നറ ഇത്? എന്തോന്നടേ ഇത്? ഇതൊക്കെ മതി. ജഗ, ഈ ഫോട്ടോ കാണുമ്പോൾ നിന്റെ അച്ഛനും അച്ഛമ്മയൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കുറുപ്പ് സാർ എന്നെ കൊല്ലും. നിന്നെ കൊല്ലണം. എനിക്ക് അത് തന്നെ വേണം. എന്റെ മനസ്സ് മുഴുവൻ ആ സ്വപ്നസുന്ദരി. നീ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോയാ? എടാ നന്ദു, ഞാൻ ആലോചിക്കുന്നതേ ഈ ഫോട്ടോ അവളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന? ഈ ചപ്ലാച്ചി ഫോട്ടോ കണ്ടാലേ അവൾ നിന്നെ എന്നേക്കുമായിട്ട് വേണ്ടാന്ന് വെക്കും. എടാ കൊരങ്ങ, എന്തോ? എന്റെ പ്രണയിനിക്കുള്ള ഫോട്ടോ ഞാൻ വേറെ കൊടുക്കും. ഓ, നീ ഇത് തൽക്കാലം എന്റെ വീട്ടുകാർ കൊണ്ടേ കൊടുക്കും. ഈശ്വര, ഈ ഫോട്ടോ ആയിട്ട് പോകുമ്പോ അവിടെ ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്തോ. ഞാൻ വിചാരിച്ചു ഈ ലോകത്തിലെ ഏറ്റവും വലിയ പുളുന്താൻ ഇവിടുത്തെ ജിതേന്ദ്രനായിരിക്കുമെന്നാ. ഇപ്പൊ മനസ്സിലായി ഇത് ഇവനാണെന്ന്. എടാ, ഈ ഫോട്ടോകൾ ഒരിക്കലും ബ്രോക്കർമാരെയോ പെണ്ണു വീട്ടുകാരെയോ കാണിക്കരുത്. പയ്യനേതോ കാടനാണെന്ന് തെറ്റിദ്ധരിക്കും. അവന്റെ ഒരു കോലം കണ്ടില്ലേ, തെരുവ് തണ്ടി പിള്ളേരെ പോലെ. ഫോട്ടോ എനിക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല അമ്മേ. പോരാഞ്ഞിട്ടാണെങ്കിൽ വീട്ടിൽ ഇട്ടുകൊണ്ടിരിക്കും പോലത്തെ ഒരുമാതിരി കോഞ്ഞാട്ട ഷർട്ടും. കേട്ടോ നന്ദു, നീ എന്തോ ഒരു ഫോട്ടോ എടുത്തങ്ങ് മറിക്കുന്നാണല്ലോടെ പറഞ്ഞത്. ഇതാണോടാ നിന്റെ മറിപ്പ്? അത് സാറേ, മോനെ, ഏതെങ്കിലും നല്ല തുണിക്കടയിൽ പോയി നല്ല ബ്രാൻഡഡ് ഡ്രസ് മേടിക്കണം. നന്ദു, ഈ മൊബൈലിലുള്ള ഫോട്ടോ എടുപ്പൊന്നും വേണ്ട. ഏതെങ്കിലും നല്ല സ്റ്റുഡിയോയിൽ പോയി എടുത്താൽ മതി. ശരി. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേഗം ഫോട്ടോസ് കിട്ടണം. അതും ക്വാളിറ്റിയുള്ള ഫോട്ടോസ് വേണം. അതെ. ഇത് എന്റെ മറ്റൊന്ന് പറക്കൂടാ, എടുത്തിട്ട് വേണം. ഇവനെയൊക്കെ ഒരു ജോലി ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ. കഷ്ടം. ഇത് വലിയ ടെക്സ്റ്റൈൽ ഷോറൂം ആണല്ലോ. ഇന്ത്യയിലെ തന്നെ നമ്പർ 1. അച്ഛാ, ദേ അച്ഛാ. മോളെ, നീ കോളേജിൽ നിന്ന് നേരെ ഇങ്ങ് പോന്നോ? വീട്ടിലെന്തോ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്താ? അറിയില്ല. ആദ്യം വീട്ടിൽ പോകാൻ എന്നോട് പറഞ്ഞേ. പിന്നെ കാർ അയച്ചിട്ട് നിങ്ങളെല്ലാം ഇവിടെയുണ്ട്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആര്?
വിക്രമോ? ആ അതെ. അതെന്താ? എന്നാ വാ. നീ ഇല്ലാതെ എന്ത് ഡ്രസ് എടുപ്പാന്ന് ആലോചിക്കായിരുന്നു. വാ. നടക്ക. വാ. വാ. വണ്ടി ഇതിന്റെ മുന്നിൽ വെച്ചിരുന്നാ മതിയോ? അതിനല്ലേ സെക്യൂരിറ്റി ഇവിടെ ഉള്ളത്. താക്കോല് നമ്മൾ അയാളുടെ കൊടുക്കുന്നു, അയാളത് പാർക്കിങ്ങിലേക്ക് മാറ്റുന്നു. സെക്യൂരിറ്റിക്ക് ശമ്പളം കൊടുക്കുന്നല്ലേ? നിന്നില്ലേ ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാവി ഞാൻ കാണുന്നുണ്ട്. അത് നമുക്ക് കാണാം. നീ എന്തായാലും ഇറങ്ങി വാ. രാഷ്ട്രീയക്കാരന്റെ വെള്ള ഷർട്ട് വേണ്ട, പകരം നിനക്ക് നന്നായിട്ട് ചേരുന്ന കളർ ഡ്രസ്സുകൾ എടുക്കാനാ കുറുപ്പ് സാറ് പറഞ്ഞത്. എനിക്കിപ്പോ അതൊന്നും വേണ്ട. പെണ്ണ് കാണാൻ പുതിയ ഡ്രസ് ഇട്ട് പോണമെന്നാ കുറുപ്പ് സാറിന്റെ ഓർഡർ. ജഗ, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കല്ലേ? പെണ്ണ് കാണാനോ? അതെ, നിന്റെ കുറുപ്പ് സാറ് തന്നെ ചെന്ന് നിൽക്കത്തേ ഉള്ളൂ. എന്റെ മനസ്സിലൊരു പെണ്ണുണ്ട്, ഞാൻ സ്നേഹിക്കുന്ന പേരറിയാത്ത സുന്ദരി. ചേട്ടത്തിയുടെ ഊരും പേരും പോലും നിനക്കറിയില്ലല്ലോ. കണ്ടുപിടിക്കും ഞാൻ. എന്റെ സുന്ദരി ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് അവളോട് എന്റെ പ്രണയം പറയും. നീ വാ. ഇത് ബ്ലൗസ് പീസ് വരുന്നതാണേ. മുന്താണി വരുന്നുണ്ട്, ബോഡി ഫുള്ള് ഡിസൈനും ഉണ്ട്. ആ സാരി നിർത്തേ. ഇതൊന്ന് നോക്കിയേ. ഇതിന് എത്ര വില? 4600. അതിങ്ങെടുത്തേ. ജഗ, ഈ ഷർട്ടം നോക്കി. എടാ, ഈ രാഷ്ട്രീയക്കാരന്റെ വൈറ്റ് വേണ്ട, നീ തന്നെയല്ലേ പറഞ്ഞേ. വീട് അവിടെ. ഇതെങ്ങനെയുണ്ട്? ഇത് ഇട്ടോണ്ട് പോയാ ആദ്യ കാഴ്ച തന്നെ പെണ്ണ് വീഴും. ഇതേ നീ അങ്ങ് ഇട്ടാ മതി. പാടാ ഇങ്ങോട്ട്. ഇത് കൊള്ളാമോ അമ്മേ? കൊള്ളാം. ഈ സാരിക്ക് എന്താ വില? 4600 രൂപയാ മാഡം. പുതിയ ഫാഷനാ, എടുക്കട്ടെ? വേണ്ട, അത്ര കൂടിയത് വേണ്ട. ആ സാരി ഒന്ന് എടുക്കോ. ആ സാരി ഒന്ന് എടുക്കോ. നിങ്ങൾ നോക്ക്, അമ്മ ഇപ്പൊ വരാം കേട്ടോ.
സാരി എങ്ങനെയുണ്ട്? ആ കൊള്ളാം. അതിങ്ങടുത്തെ ഇതോ? അതിന്റെ അപ്പുറത്ത് ഇതല്ലേ? ഇതും കൊള്ളാലോ. ആ ഇതെങ്ങനെയുണ്ട്? രാഷ്ട്രീയക്കാരന്റെ ഷർട്ട്. ഇത് കൊള്ളാം. കൊള്ളാം അല്ലേ? കൊള്ളാം സർ. മാധവേട്ട, എന്താ ചന്ദ്രിക? അല്ല, ഇവിടുത്തെ ഡ്രസ്സുകളെല്ലാം വില കൂടിയതാണല്ലേ? വില കൂടിയതുകൊണ്ട് അല്ലാത്തതുമുണ്ട്. എന്താ നീ അങ്ങനെ ചോദിച്ചത്? മോള് സെലക്ട് ചെയ്യുന്ന സാരികൾക്കൊക്കെ നല്ല വില കൂടുതലാ. മാധവേട്ടന്റെ കയ്യിൽ പണം കുറവാണെന്ന് എനിക്കറിയാം. ഒരു കല്യാണത്തിന്റെ അവസാന നിമിഷത്തിലല്ലേ അത് മുടങ്ങിപ്പോയത്. അതിന്റെ ചിലവുകൾ തന്നെ ധാരാളം. കല്യാണ മണ്ഡപം മുതല് പാചകക്കാരന് കൊടുത്തത് വരെ ഒരു വലിയ തുകയല്ലേ. അതിനിടയില്ല ഈ വിവാഹകാര്യം വന്നത്. സാരമില്ല ചന്ദ്രു, നീ അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നും ആവണ്ട. മാധവേട്ടൻ അങ്ങനെ പറയൂന്ന് എനിക്കറിയാം. ഇന്നുവരെ ഒന്നും ഞങ്ങളെ ആരെ അറിയിച്ചിട്ടില്ല. എല്ലാ വേദനകളും സ്വയം ചുമക്കുകയല്ലേ. ആ മനസ്സ് കാണാൻ എനിക്കാവും. ഒരച്ഛൻ്റെ വേദന അയാൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ചോദിക്കുന്നതിനും പറയുന്നതിനും കാശെടുത്ത് കൊടുക്കുമ്പോൾ ധാരാളം പണമുണ്ടെന്ന് എല്ലാവരും കരുതുന്നത്. എല്ലാം എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് ആരറിയാനാ? പക്ഷേ നീ അങ്ങനെ ഒരു ഭാര്യയല്ലല്ലോ. എൻ്റെ കുറവുകളും വേദനകളും മനസ്സിലാക്കുന്നൊരു ഭാര്യ. എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങി വന്നവളാ നീ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നെങ്കിലും എപ്പോഴെങ്കിലും നിനക്ക് അത് വേണ്ടായിരുന്നു, ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? പറ ചന്ദ്രു, തോന്നിയിട്ടുണ്ടോ? ഈ ജന്മത്തിൽ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ സൗഭാഗ്യം എന്റെ മാധവേട്ടൻ. മാധവേട്ടന്റെ മനസ്സില് ഒരിക്കൽ പോലും അങ്ങനെയൊന്നും ചിന്തിക്കരുത്. മതി ചന്ദ്രു, എനിക്കത് മതി. ഇതാണോ സർ? അല്ലല്ല, അതിന്റെ ഇപ്പുറത്ത്. ഇതോ? അല്ല, അതിന്റെ മോള്. ഇത്? ആ, അതിന്റെ അപ്പുറത്ത്. സർ ഏതാണെന്ന് വെച്ചാ പറയൂ സർ. ദേ അത്. ഇതല്ലേ? വീണ്ടും വെള്ള. ഇതെങ്ങനെയുണ്ട്? അത്. ഇതോ? ഇത് കൊള്ളാം. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ചേച്ചി ആ സാരി ഒന്ന് എടുത്തേ. ഇത് കൊള്ളാല്ലേ? ഏതായാലും ഇഷ്ടപ്പെട്ടോ? ഈ സാരിക്ക് എന്താ വില? 12,000 രൂപ. അയ്യോ മാധവേട്ടന്റെ കയ്യിലുള്ള പണം കൊണ്ട് ഇവൾക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വർഷയ്ക്കും വന്ദനയ്ക്കുമൊക്കെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി നന്നായിട്ടറിയാം. അവര് നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ ചെയ്യൂ. മോളെ, നിനക്ക് ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ ഇവിടുന്ന് വാങ്ങാം. മറ്റ് ഡ്രസ്സുകളൊക്കെ മറ്റേതെങ്കിലും കൊച്ചു കടയിൽ നിന്ന് വാങ്ങാം. അത് മതിയമ്മേ.
ഇതിനേക്കാളൊക്കെ വില കുറഞ്ഞ സാരികള് ഏത് സെക്ഷനിലാ? അതവിടെയാ. എന്നാ അങ്ങോട്ട് പോവാം. സാറിന് നന്നായിട്ട് ചേരും. ഈ സാറിനല്ല, ഈ സാറിന്. ആ, ഈ സാറിനാന്നോ? ഇതാ അടിപൊളി ഷർട്ടാ, നോക്കിയേ. ഇതിനെന്താ വില? 4200. ഓ, അത്ര വില കൂടിയതൊന്നും വേണ്ട. ഈ ബ്രാൻഡിന് സ്റ്റാർട്ടിങ് തന്നെ 3200 വരും. ആ, കുറഞ്ഞത് മതി. കുറഞ്ഞത് മതി. ആ സെക്ഷനിലോട്ട് പോവാ. അവിടെ. ആ.